അമൽ അടുത്തിടെ എഴുതിയ ആംബർ തീരങ്ങളും ബാർട്ടിക് വർത്തമാനങ്ങളും എന്ന പുസ്തകവുമായി നമ്മളോടൊപ്പമുണ്ട്. ഞാൻ എൻ്റെ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന പുസ്തകവുമായി നിങ്ങളോടൊപ്പമുണ്ട്. ഇതിനെ രണ്ടിനെയും ഒന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനുള്ളൊരു സമാനത എന്ന് പറയുന്നത് രണ്ടും യാത്രാ സാഹിത്യത്തിൽ പെടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമൽ പുസ്തകം എഴുതിയതിന് ശേഷം പിന്നീട് അമലിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അമലുമായി ഈ പുസ്തകത്തെ സംബന്ധിച്ച് കുറേയധികം ചർച്ചകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ യാത്രാ സാഹിത്യത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ്, യാത്ര ചെയ്യുന്ന ആളുകൾ അത് കുറിച്ചു വെക്കണമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്, എപ്പോൾ മുതലാണ് അത് കുറിച്ചു വെക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ആണ് കുറിച്ച് വെക്കുന്നതും പെണ്ണ് കുറിച്ച് വെക്കുന്നതും ഒരേപോലെയാണോ, എന്തൊക്കെ തരത്തിലുള്ള കാഴ്ചകളാകാം ഈ രണ്ടാളുകളും കാണുന്നത്, ഒരേപോലെയാണോ ഒരുപോലെ അല്ലേ, എന്തൊക്കെ താല്പര്യങ്ങളാകാം, എന്തൊക്കെ നിലപാടുകളാകാം ഈ കുറിച്ച് വെക്കലിന് കാരണമാകുന്നത്, ഇങ്ങനെ കുറേയധികം വിഷയങ്ങളിൽ ഞങ്ങൾ തമ്മിൽ വർത്തമാനമുണ്ടായിരുന്നു, സൗഹൃദ വർത്തമാനങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത്തരം ചില കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിലേക്ക് കടക്കാം, അതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരായിരിക്കാം, നിരവധി യാത്രകൾ പല ദേശങ്ങളിലേക്കും പല നാടുകളിലേക്കും ഒക്കെ പോകുന്നവരായിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിലും നമ്മൾ നിരന്തരം നടത്തുന്ന ചിലപ്പോൾ ബസ് യാത്ര പോലും, ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് നടത്തുന്ന യാത്രയടക്കം ഒരു എപ്പോഴും ഓരോ യാത്രയും പ്രത്യേകിച്ചും KSRTC ബസ്സിൽ ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതടക്കം ഒരു യാത്രാ വിവരണം എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കും പലപ്പോഴും ഞാൻ ഈ കാഴ്ചകളെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സംഭവ ബഹുലമായിരിക്കും പലപ്പോഴും അത്തരം യാത്രകൾ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഓരോ യാത്രയും കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഈ യാത്രാ സാഹിത്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു പണ്ട് നടന്നൊരു ചർച്ചയ്ക്കിടയിലാണ് ജെന്നി ബാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ കേൾക്കാനിടയായത്. പിന്നീട് അവരുടേതായി വന്നിട്ടുള്ള വളരെ എന്താ പറയുക 18ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലത്ത് ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവരായിരുന്നു ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ അത്തരത്തിൽ ലോകം ചുറ്റിയ സ്ത്രീ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവരുടെ യാത്രയെക്കുറിച്ചിട്ട് ഭയങ്കര രസകരമായ ചില വിവരണങ്ങൾ പിന്നീട് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ സ്ത്രീയാണെങ്കിൽ അവർക്ക് പുരുഷൻ്റെ മാതിരി വേഷം കിട്ടിയിട്ടാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. അതായത് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലായിരുന്നു, സ്ത്രീകളെ യാത്രാ സംഘങ്ങളിൽ കൂട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സാമൂഹ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളോ 17 18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാലത്ത് ഫ്രഞ്ച് നേവി നടത്തിയിട്ടുള്ള ഒരു സർക്കംനാവിഗേഷൻ്റെ ഭാഗമായിട്ട് ഈ സ്ത്രീ ഒരു ആണിൻ്റെ വേഷത്തിൽ ആ സംഘത്തിൽ കയറി പറ്റുകയും അവരെ പറ്റിച്ചുകൊണ്ട് ആ സംഘത്തിൽ തുടരുകയും ഒക്കെ ചെയ്തു എന്നാണ് പിന്നീട് അതിനെക്കുറിച്ച് വായിക്കുന്നത്. അപ്പം അങ്ങനെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച സ്ത്രീകളുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചിട്ട് ഞാനങ്ങനെ സ്ത്രീകൾ എന്ന് തന്നെ പറയാൻ കാര്യം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാ യാത്രകളും അല്ലെങ്കിൽ എന്താ പറയുക ഒരു മറ്റൊരാളുമായിട്ട് ഒരു സഹയാത്രികൻ ആണാണെങ്കിൽ ഞാൻ കാണുന്ന കാഴ്ചയും അല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ ലോകത്തെ മനസ്സിലാക്കുന്നതും അയാൾ ലോകത്തെ മനസ്സിലാക്കുന്നതും രണ്ടാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ കല്യാണിക്കുട്ടി അമ്മ എന്ന സ്ത്രീ യൂറോപ്പിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു പുസ്തകം എഴുതി, ഞാൻ കണ്ട യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ കാലത്ത് എനിക്ക് തോന്നുന്നു 30കളുടെ അവസാനത്തിലോ 40കളുടെ തുടക്കത്തിലോ ആണെന്ന് തോന്നുന്നു. സഞ്ജയൻ എന്ന് നമുക്കൊക്കെ അറിയുന്ന വളരെ പേര് കേട്ടിട്ടുള്ള ഹാസ്യസാഹിത്യകാരനായിരുന്ന അദ്ദേഹം ഈ സ്ത്രീയെ കളിയാക്കുകയും കല്യാണിക്കുട്ടിയമ്മ കണ്ട യൂറോപ്പ് എന്നായിരുന്നു ആ പുസ്തകത്തിന് പേര് കൊടുക്കേണ്ടത് എന്ന മട്ടിൽ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം പത്രത്താളുകളിൽ എഴുതി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ യാത്രകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കാലത്ത് വളരെ തമാശയോടെ ആളുകൾ കണ്ടിരുന്ന ഒരു കാലമാണെന്നുള്ളത് ഒരു സംഗതിയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ
വിചിത്രമായി തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഈ സ്ത്രീകളുടെ യാത്രകൾ പലപ്പോഴും പുറമേക്ക് മാത്രമല്ല അകമേക്ക് കൂടി നടത്തുന്ന യാത്രകളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ സാഹിത്യത്തെക്കുറിച്ചിട്ട് സാഹിത്യ സംബന്ധിയായി സ്ത്രീകളുടെ സംഭാവനകൾ കുറയുന്നത് എന്ത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചർച്ചയിൽ ഒരു സാഹിത്യകാരൻ പറഞ്ഞത് സ്ത്രീകൾക്ക് യാത്രാനുഭവങ്ങൾ കുറവാണ്, ദേശങ്ങളിൽ കൂടിയുള്ള സഞ്ചാരങ്ങൾ കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കുറവാണ് എന്നാണ്. അപ്പോൾ അതിന് അന്ന് മാധവിക്കുട്ടി ജീവിച്ചിരുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് അവർ ആമിയാകുന്നതിന് മുമ്പുള്ളൊരു കാലത്ത് മാധവിക്കുട്ടി മറുപടി നൽകിയത് അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അകമേക്ക് സഞ്ചരിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീക്ഷണമാണ് അന്ന് മാധവിക്കുട്ടി നടത്തിയത്. നമ്മളുടെ യാത്രകൾ സ്ത്രീകൾ എന്ന നിലയിൽ പുറമേക്ക് മാത്രമല്ല അകം സഞ്ചാരങ്ങൾ കൂടിയിട്ട് നമ്മളെ അനുഭവ സമ്പന്നമാക്കാറുണ്ട്. അത് എപ്പോഴും പുരുഷൻ്റെ യാത്രാലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ആ അകം സഞ്ചാരങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നമ്മളെ കൂടുതൽ തിരിച്ചറിയുന്നതും നമ്മളെ കൂടുതൽ പുറത്തെടുക്കുന്നതും നമ്മളെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതും എനിക്ക് തോന്നാറുണ്ട്. ഇത് ആമുഖമായി പറഞ്ഞുകൊണ്ട് യാത്രയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അമൽ JNU PhD വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് ഇറാസ്മസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ട് ബാൾട്ടിക് രാജ്യങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തത്. നമുക്കറിയാം ലിത്വാനിയ, ലാറ്റ്വിയ, എസ്തോണിയ എന്ന് പറയുന്ന രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഛിന്ന ഭിന്നമായി പോയ കാലം നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാകും. ഈ രാജ്യങ്ങളിൽ പഠിക്കുകയും അവിടങ്ങളിൽ പല സമയത്തായിട്ട് യാത്ര ചെയ്യുകയും ആളുകളോട് സംവദിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യാത്രാ വിവരണമായി വരുന്നത്. എനിക്ക് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളൊരു രസകരമായ അനുഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്കൊക്കെ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ എന്നേക്കാൾ ജൂനിയറായിട്ടുള്ള ആൾക്കാരാണ് പലരും ഇരിക്കുന്നത്. ഇപ്പോൾ ചുക്കും കിക്കും എന്നുള്ള പുസ്തകം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തീപ്പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അന്ന് പ്രഭാത് ബുക്ക് ഹൗസിൽ ആയിരുന്നു ഇത്തരത്തിലെ റഷ്യൻ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് റഷ്യൻ അല്ല സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള പുസ്തകങ്ങൾ വളരെ മനോഹരമായ ചട്ടയോട് കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നത് പ്രഭാത് ബുക്ക് ഹൗസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാ മാസവും കൃത്യമായിട്ട് വരിസംഖ്യ അടച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ വായിച്ചിട്ടുള്ള സോവിയറ്റ് യൂണിയൻ സാഹിത്യം അങ്ങനെ വായിച്ചിട്ടായിരുന്നു ഒരുപക്ഷെ ഞങ്ങളുടെയൊക്കെ ബാല്യകൗമാരങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുക്കും കെക്കും എന്നെ പോലെയും അല്ലെങ്കിൽ ഇവാൻ രാജകുമാരനും ബാബയാഗ മന്ത്രവാദിയും ഒക്കെ എപ്പോഴും ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ കൂട്ടുകാരായിരുന്നു. എനിക്ക് അമലിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഇവാൻ രാജകുമാരനെയും ബാബയാഗ മന്ത്രവാദിയും അവിടുത്തെ മഞ്ഞുമൂടിയ പർവ്വതങ്ങളെയും തടാകങ്ങളെയും ഒക്കെ വീണ്ടും വീണ്ടും ഓർമ്മ വരികയാണ്. എനിക്കറിയില്ല എത്ര പേര് അമലിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന്. അപ്പം ഒരു ദേശം എങ്ങനെയാണ് നമ്മളുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നത്, നമ്മൾ കടന്നു പോകുന്ന ഒരു ദേശം എങ്ങനെയാണ് നമ്മുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നത്, പ്രത്യേകിച്ചും സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഭിന്നമായി പോവുകയും സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രം ഓർമ്മിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഈ സെലക്റ്റീവ് മെമ്മറീസ് മാത്രം പേറുന്ന ഒരു ദേശത്തെയും അവിടുത്തെ മനുഷ്യരെയും കാണാനും അവിടെ താമസിക്കാനും ഇടവന്ന മനുഷ്യൻ എങ്ങനെയാണ് ആ ദേശത്തെ അടയാളപ്പെടുത്തുന്നത് എന്നത് അമൽ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അമൽ. എല്ലാവർക്കും നമസ്കാരം. വിധു ചേച്ചിയുടെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. കാരണം വിധു ചേച്ചിയുടെ സംസാരിച്ച് തുടങ്ങിയത് സ്ത്രീകളുടെ യാത്രയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആദ്യകാല യാത്രകളും അനുഭവങ്ങളും അത്തരം ചില വിഷയങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പ്രതിപാദിച്ചിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 തവണത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച യാത്രാ വിവരണത്തിനുള്ള ബെസ്റ്റ് ട്രാവലോഗിനുള്ള അവാർഡ് നേടിയ ആളുകൾ 2 പേരും സ്ത്രീകളാണ്. ഒന്ന് അത് വിധു വിൻസെന്റിന്റെ തന്നെ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഹോളോകോസ്റ്റ് കാലയളവിൻ്റെ ആ ചരിത്രത്തെ അന്വേഷിച്ചുകൊണ്ട് അവർ ജർമ്മനിയിൽ നടത്തിയ യാത്രയെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ് ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അതിന് 2021 അവാർഡാണ് ലഭിച്ചത്. അതിനുശേഷം 2022 മികച്ച സഞ്ചാര സാഹിത്യ കൃതിക്കുള്ള അവാർഡ് കിട്ടിയത് ഹരിത സാവിത്രി എന്ന് പറയുന്ന എഴുത്തുകാരിക്കാണ്. മുറിവേറ്റവരുടെ പാതകൾ, എൻ്റെ യൂറോപ്യൻ രേഖാചിത്രങ്ങൾ എന്ന് പറഞ്ഞ യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരുപാട് അനുഭവ ജീവിതങ്ങൾ. അവർ യൂറോപ്പിൽ താമസിക്കുന്ന ഒരാളാണ്, ബാഴ്സലോണയിൽ
താമസിക്കുന്ന ഒരാളാണ്. അവർ യൂറോപ്പിലാകമാനം നടത്തിയ വിവിധ യാത്രകളും ആ യാത്രകളിലും അവരുടെ സഹപാഠികളായിട്ടും എല്ലാം ഉണ്ടായിരുന്ന വിവിധ നാടുകളിലെ സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളുടെ ആഴമേറിയ അനുഭവങ്ങൾ നമ്മൾ പൊതുവിൽ പറയുന്നത് പോലെ വെസ്റ്റേൺ യൂറോപ്പിനെയും അവിടുത്തെ നഗരങ്ങളെയും എല്ലാം പരാമർശിച്ച് പോകുന്നതിനെല്ലാം അപ്പുറത്തേക്ക് യൂറോപ്യൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകളെല്ലാം നമുക്ക് വിശദമാക്കി തരുന്ന രീതിയിലുള്ള ആ ലേഖനങ്ങളാണ് ഈ ഹരിദാസ് സാവിത്രിയുടെ മുറിവേറ്റവരുടെ പാതകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ എൻ്റെ ഈ പുസ്തകം എഴുതുന്ന സമയത്തും ആ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണക്കാർ സ്ത്രീകൾ തന്നെയാണ്. ഒന്ന്, ഈ പറയുന്ന ഞാൻ JNU PhD വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് യൂറോപ്യൻ യൂണിയൻ്റെ റാസ്മസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതും അതുവഴി ലിത്വാനിയയിലെ കൗണസ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ഒരു സെമസ്റ്റർ കാലം വിദ്യാർത്ഥിയായിട്ട് ചെലവഴിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് ഇരുന്നിട്ടുള്ള ആളുകൾ, ഒന്ന് എൻ്റെ PhD സൂപ്പർവൈസറായിട്ടുള്ള ഡോക്ടർ KB ഉഷയാണ്. ഉഷ ടീച്ചറാണ് എനിക്ക് ഈ ബാൾട്ടിക് ദേശങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. നേരത്തെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചർച്ചയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഈ വേദിയിൽ നടന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് വാക്കുറങ്ങാതിരിക്കുന്നു എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ മാർക്സിസത്തിൻ്റെ കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചുമെല്ലാം KN ഗണേഷ് മാഷ് ഇവിടെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾക്ക് ഈ സോവിയറ്റ് യൂണിയനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴെപ്പോഴും നമ്മൾ വളരെ ഒരു കാൽപ്പനികതാവാദത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും സോവിയറ്റ് യൂണിയനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. സോവിയറ്റ് എന്നൊരു നാടുണ്ടത്ര എന്ന് പറയുന്ന പഴയ നാണിയുടെ സ്വപ്നം, KPG നമ്പൂതിരി 1941 എഴുതിയ നാണിയുടെ ചിന്ത എന്ന് പറയുന്ന ആ കവിതയിലെ വരികൾ ഇപ്പോഴും നമ്മൾ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു പ്രോമിസ്ഡ് ലാൻഡായിട്ട്, ഒരു വാഗ്ദത്ത ഭൂമിയായിട്ടാണ് പലപ്പോഴും മലയാളികളുടെ, അതായത് ഒരു എന്താ പറയുന്നത്, ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ ഓഫ് വികസനത്തെ, ഒരു എന്താ പറയുന്ന ഒരു ജീവിത കാഴ്ചപ്പാടിനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന മലയാളി എപ്പോഴും അതാണ് കണ്ടിട്ടുള്ളത്. കാരണം സോവിയറ്റ് യൂണിയൻ എപ്പോഴും നമ്മളുടെ ക്യാപിറ്റലിസത്തിനും അതുപോലെ ഇവിടുത്തെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായൊരു ബദൽ സാമൂഹിക വ്യവസ്ഥയായിട്ടാണ് സോവിയറ്റ് യൂണിയനെ നമ്മൾ പലപ്പോഴും നോക്കി കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുമ്പോൾ റഷ്യയെക്കുറിച്ചാണ് ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. റഷ്യക്ക് അപ്പുറത്ത് ഒരുപാട് നാടുകളുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ അകത്ത്. സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സുകളുണ്ട്, കോക്കസസ് എന്ന് പറയുന്ന അർമേനിയ, യുക്രൈൻ, ഈ ബാൾട്ടിക് സ്റ്റേറ്റ്സ്, ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ, മൊൾഡോവ എന്ന് പറയുന്ന പല രാജ്യങ്ങൾ ഉണ്ട്. ഇന്ന് അത് സോവിയറ്റ് ചിതറലിന് ശേഷം പല രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ വിധു ചേച്ചി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ബാലസാഹിത്യവും മറ്റും ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാനും ഈ പറയുന്ന നാടുകളെല്ലാം, യുക്രൈനോ അല്ലെങ്കിൽ ബാൾട്ടിക് രാജ്യങ്ങളിലെ ചില കഥകളോ ഒക്കെ നമ്മൾ വായിക്കുകയും ചർച്ച ചെയ്യുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു സാമൂഹിക സാമ്പത്തിക പരിസരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് അന്യമാണ് അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഞാൻ JNUവിൽ സെൻറ്റർ ഫോർ റഷ്യൻ ആൻഡ് സെൻട്രൽ ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്ന ഞങ്ങളുടെ സെൻറ്ററിൽ ഗവേഷണത്തിന് ചേരുന്ന സമയത്ത്, ആ സെൻറ്റർ മുമ്പ് സോവിയറ്റ് യൂണിയൻ ആൻഡ് ഈസ്റ്റ് യൂറോപ്യൻ സ്റ്റഡീസ് എന്ന പേരിലായിരുന്നു 1997 വരെ. അതിനുശേഷമാണ് സെൻറ്റർ ഫോർ റഷ്യൻ ആൻഡ് സെൻട്രൽ ഏഷ്യൻ സ്റ്റഡീസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അവിടെ ഈ എൻ്റെ അധ്യാപികയായിട്ടുള്ള പ്രൊഫസർ ഉഷ വിഭാവനം ചെയ്ത പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി ഇൻ ബാൾട്ടിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഈ കോഴ്സ് ഞാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേഖലകളിൽ എനിക്ക് ഒരു എന്താ പറയുന്ന ഒരു ഗവേഷണപരമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും അവരെക്കുറിച്ച് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു അവസരത്തിലാണ് അവിടെ നിന്നുള്ള ഒരു സ്കോളർഷിപ്പിന് ഞാൻ അപ്ലൈ ചെയ്യുകയും ആ സ്കോളർഷിപ്പ് എനിക്ക് ലഭിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉഷ ടീച്ചർ എന്നിൽ ഇത്തരത്തിലുള്ളൊരു സവിശേഷമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്നതിനും ഈ യാത്രയുടെയും ഇപ്പോഴുള്ള ഈ യാത്രാവിവരണത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണക്കാരിയായിട്ടുള്ള ഒരാളാണ്. മറ്റൊരാൾ എൻ്റെ പങ്കാളിയായിട്ടുള്ള എൻ്റെ കൂട്ടുകാരി ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി ആണ് യഥാർത്ഥത്തിൽ ഈ യാത്ര അക്ഷരാർത്ഥത്തിൽ മുഴുവൻ പ്ലാൻ ചെയ്യുകയും എല്ലാ തരത്തിലും എൻ്റെ കൂടെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ ഇവരുടെ എന്താ പറയുന്നത്, അപ്പോൾ ശ്രീലക്ഷ്മിയുടെ പങ്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ യാത്രയെ സംബന്ധിച്ച്. അതുപോലെ ഈ പുസ്തകമാക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇത് ട്രൂ കോപ്പി വെബ്സീനിൽ എന്നോടന്ന് അവരാവശ്യപ്പെട്ടത് പ്രകാരം ഒരു സീരീസ് ആയിട്ട് ഈ യാത്രാവിവരണം പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം ഈ യാത്രാവിവരണം പുസ്തകമാക്കണം എന്ന് എന്നോട് അവർ തന്നെ സജസ്റ്റ് ചെയ്യെല്ലാം ചെയ്യുന്ന സമയത്ത്
എനിക്ക് അന്ന് ഈ പുസ്തകത്തിനെ കുറിച്ച് എങ്ങനെ ഇത് പുസ്തകമാക്കണം എന്നുള്ളൊരു ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടിരുന്നുമില്ല. അപ്പോൾ ആ ഒരു സമയത്തിനിടയിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഒരാളാണ് വിധു വിൻസെന്റ്. അപ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ പല കാര്യങ്ങളും, ഈ പുസ്തകം ഒരു പുസ്തകമാക്കേണ്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരികയും ഇതിൻ്റെ പ്രൂഫെല്ലാം വായിച്ച് അഭിപ്രായം പറയുകയും എല്ലാം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൽ ഈ സ്ത്രീകൾ പ്രധാനമായിട്ട് എൻ്റെ ഒരു പുസ്തകത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റോളാണ് ഈ പുസ്തകത്തിൽ അവർ ഈ ഒരു പുസ്തകം പുറത്തു വരുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, യാത്രയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഒരു കാര്യം, ഈ രണ്ട് പുസ്തകങ്ങളും ഞാൻ നോക്കുമ്പോൾ അതിലൊരു സവിശേഷത, ഈ രണ്ട് പുസ്തകങ്ങളും സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. വിധു ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ചില സ്ത്രീകൾക്ക് ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ പുസ്തകവും എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള 3 സ്ത്രീകൾക്കാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ സമർപ്പണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം എന്താ പറയുന്നത്, വളരെ സവിശേഷമായി ഇതിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഈ യാത്ര എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്ര പ്രധാനമായിട്ടും ഞാൻ എഴുതണമെന്ന് ആഗ്രഹിച്ചതും, അതും മാതൃഭാഷയിൽ മലയാളത്തിൽ തന്നെ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നതിനും നേരത്തെ വിധു ചേച്ചി സൂചിപ്പിച്ച കാരണങ്ങൾ തന്നെയാണുള്ളത്. കാരണം ഈ ചുക്കുംഗക്കിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ തീപക്ഷിയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ബാലസാഹിത്യ കൃതികളായിട്ടും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന പലപ്പോഴും പ്രോമിസ്ഡ് ലാൻഡായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭൂമിക അവിടെ നിലനിന്നതിനെ കുറിച്ചും എല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യൻ കേന്ദ്രീകൃതമായിരുന്നു ആ ചർച്ച എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ തകർന്നു. തകർച്ചയ്ക്ക് ശേഷം പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലെല്ലാം നമ്മൾ വളരെയധികം ആകാംക്ഷ പുലർത്തിയ ഒരു ജനതയാണ് മലയാളികൾ അല്ലെങ്കിൽ കേരളീയർ എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഇപ്പോൾ AM ഷിനാസ് എഴുതിയ ഒരു ലേഖനം കുറച്ച് നാൾ മുമ്പ് വായിക്കുമ്പോൾ ഷിനാസ് അതിൽ പറയുന്നുണ്ട്, നമ്മൾ റഷ്യൻ സാഹിത്യത്തെക്കുറിച്ച് മലയാളികൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ദസ്തയേവ്സ്കി, ടോൾസ്റ്റോയ്, ഗോഗോൾ, ഇങ്ങനെ ഒരുപാട് പേര്. അപ്പോൾ സോവിയറ്റ് സാഹിത്യം അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ സോവിയറ്റ് സാഹിത്യം റഷ്യൻ സാഹിത്യത്തോളം സമ്പന്നമല്ല എന്നുള്ളൊരു വസ്തുത കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, സാഹിത്യത്തിൻ്റെ മേൽ ചില കൂച്ചുവിലങ്ങുകൾ സോവിയറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയും എല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ശരികളുമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും സോവിയറ്റ് സാഹിത്യകാരന്മാരും നമുക്ക് അന്യരല്ല. ഗോർക്കി, മയക്കോവ്സ്കി, ഷൊളോഖോ എന്നെല്ലാം പറയുന്ന വിഖ്യാതരായിട്ടുള്ള സോവിയറ്റ് സാഹിത്യകാരന്മാരെയും നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു റഷ്യൻ എഴുത്തുകാരനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റഷ്യൻ സാഹിത്യ കൃതി അടുത്ത കാലത്ത് വന്നതിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കൃതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുത്തുകാരനെ കുറിച്ചോ പറയാൻ വേണ്ടി കഴിയുമോ? അതായത് സോവിയറ്റ് നാട് തകർന്നു, സോവിയറ്റ് നാടിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളൊരു വസ്തുത നമ്മൾ പലപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ സോവിയറ്റ് നാട് തകർന്ന്, അതായത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അവിടെ ഉണ്ടായിരുന്നതാണ് അവരുടെ പ്രതിസന്ധിയെങ്കിൽ ആ പ്രതിസന്ധി അത് തകർന്നതോടുകൂടി തീരേണ്ടതാണല്ലോ. അല്ലെങ്കിൽ മറ്റൊരു ബദലായിട്ടുള്ള വേറൊരു സാമൂഹിക അവസ്ഥ കുറച്ചുകൂടി പ്രോസ്പെറസ് ആയിട്ട് കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള മറ്റൊന്നും ഉയർന്നു വരേണ്ടതല്ലേ? എന്നാൽ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് എന്താണ് നമ്മൾ കേൾക്കാറുള്ളത്? അവിടെ ജനാധിപത്യം എന്നുള്ള ഒന്ന് സംഭവിക്കുന്നുണ്ടോ? ഇലക്ഷനുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ഭരണാധികാരികൾ കൃത്യമായിട്ട് മാറി മാറി വരുന്നുണ്ടോ? ജനാധിപത്യം എന്ന് പറയുന്നൊരു വ്യവസ്ഥ അവിടെ ഉണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും വലിയ നിരാശയാണ് ഫലം. മാത്രമല്ല, നേരത്തെ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അവിടെ ഇപ്പോൾ എന്താണ് റഷ്യൻ സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളൊന്നും കേൾക്കാറില്ല, നമ്മളൊന്നും അറിയാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിനെയാണ് തകർച്ച എന്ന് പറയുന്നത്, പതനം. അതാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയ്ക്ക് ആകമാനം സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് അവിടുത്തെ ഭരണകൂട മേധാവിത്വങ്ങളുടെ ശബ്ദം മാത്രമാണ്. റഷ്യയിൽ നിന്ന് പുടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ബാൾട്ടിക് രാജ്യങ്ങൾ, അവരിന്ന് നാറ്റോ മെമ്പേഴ്സാണ്, യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളാണ്. അതുപോലുള്ള യുക്രൈനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സെലൻസ്കി എന്ന് പറയുന്ന ഭരണാധികാരി അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കേവലം ഭരണകൂട കേന്ദ്രീകൃതം മാത്രമാണ് എന്നുള്ള ഒരു വസ്തുത കൂടി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭൂമികയാണ് ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. യൂറേഷ്യൻ റീജിയൻ എന്ന് പൊതുവെ ഞങ്ങൾ അക്കാഡമിക്സിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഈ ബാൾട്ടിക് രാജ്യങ്ങൾ പ്രസക്തമാവുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആദ്യം വിട്ടുപോകുന്ന ലിത്വാനിയ, ഞാൻ പോയ ലിത്വാനിയ എന്ന് പറയുന്ന രാജ്യമാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ആദ്യം ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ആദ്യം ഒരു സ്റ്റേറ്റ്ഹുഡ് അവർ പ്രഖ്യാപിക്കുന്നു, ആദ്യം അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. തുടർന്ന് മറ്റു 2 ബാൾട്ടിക് രാജ്യങ്ങളും ലാത്വിയയും എസ്റ്റോണിയയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. അന്ന് മുതൽ ഇന്നേ വരെ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സോവിയറ്റ് വിരുദ്ധ
സോഷ്യലിസ്റ്റ് വിരുദ്ധ കാഴ്ചപ്പാടുകളാണുള്ളത്. ഒരു ഇടതുപക്ഷ വിരുദ്ധതയാണ് അവിടെ എല്ലായിടത്തും കാണാനുള്ളത്. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ചരിത്രപരമായിട്ട് സംഭവിച്ചത്, അങ്ങനെയുള്ള ചില അന്വേഷണങ്ങളും ആ അന്വേഷണങ്ങളിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഉത്തരങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും എല്ലാമാണ് ഞാൻ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ സംസാരിച്ച ആളുകളുണ്ട്, ഞാൻ പോയ എൻ്റെ യൂണിവേഴ്സിറ്റികളിലെ എൻ്റെ ജീവിതമുണ്ട്, എനിക്ക് അവിടെ കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെ ഫാമിലി ഫംഗ്ഷനുകളിൽ അടക്കമുള്ള പരിപാടികളിൽ ഞാൻ പങ്കെടുത്ത കാര്യങ്ങൾ, ഒരുപാട് ചെന്നെത്തപ്പെട്ട കുറേ സ്ഥലങ്ങൾ, ഒരുപാട് ആളുകൾ, അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് എനിക്ക് തോന്നിയത് ഏറ്റവും കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടാവും. നേരത്തെ ഗണേഷ് മാഷ് കഴിഞ്ഞ സെഷനിലൂടെ പറഞ്ഞു, മാർക്സിസം എന്നത് നമ്മളൊരിക്കലും ഒരു എന്താ പറയുക ഒരു ഭൗതിക വ്യവഹാരമായിട്ടൊന്നും കൂടെ ഉയർന്നു വന്നിട്ടില്ല എന്നുള്ള ഒരു ശരിയായ വസ്തുത മാഷ് സൂചിപ്പിച്ചു. നമ്മളുടെ ഒന്ന് ഇടപെട്ടോട്ടെ, പ്രത്യേകിച്ചും മാഷ് സംസാരിച്ചതിനെ കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കുകയും വേറൊരു തരത്തിൽ അതിൻ്റെ ഒരു ചെറിയ തുടർച്ച ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ മാഷ് സംഭവിക്കുന്നതിനെ കുറിച്ച് മാഷ് പറഞ്ഞത് അത് വളരെ ഉപരിതല സ്പർശിയാണ്, അല്ലെങ്കിൽ ഒരു ഭരണകൂടം എന്താ പറയുക ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പാർട്ടി സ്ട്രക്ചറിലോട് കൂടിയിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് എന്നുള്ളതും, മാർക്സിസം ആന്തരികമായി അതിൻ്റെ ഒരു വിരിയലിലേക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണെന്നും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിരിക്കുന്നതും ഇപ്പോൾ നിങ്ങൾ ബാൾട്ടിക് പ്രദേശങ്ങളിൽ വേറൊരു തരത്തിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇല്ലായ്മയും ഇത് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? ഇത് തന്നെയല്ലേ ഇതിൻ്റെ സമാനതകൾ അവിടെയും ഇല്ലേ എന്ന് തോന്നുകയാണ് വേറൊരു തരത്തിൽ? സോവിയറ്റ് യൂണിയന് സംഭവിച്ചിട്ടുള്ള പതനത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ ഞാൻ ഈ പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ ബാൾട്ടിക് രാജ്യങ്ങൾ അവരുടെ ചരിത്രാനുഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് ഒന്ന് ഈ ഭരണവ്യവസ്ഥ ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനമായി അധപ്പതിക്കുന്നതും മേൽത്തട്ടിലിരിക്കുന്നവർ കീഴ്ത്തട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതെ പോകുന്നൊരവസ്ഥയും, മാത്രമല്ല ആശയപരമായിട്ടുള്ള ഒരു തെളിമ, ഒരു വ്യക്തത ഈ പറയുന്ന പാർട്ടി നേതൃത്വത്തിനും സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിനും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമെല്ലാമാണ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു രണ്ടാം പകുതിയിൽ, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണും. അതിൻ്റെ ഒരു അനുരണനങ്ങൾ എന്താ പറയുന്നത് നികിത ക്രൂഷ്ചേവിൻ്റെ കാലഘട്ടം മുതൽ നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും. സ്റ്റാലിൻ്റെ കാലഘട്ടം വേറൊരു കാലഘട്ടമായിട്ട് വിലയിരുത്തേണ്ടതാണ്. ആ കാലഘട്ടത്തിലും പരാജയങ്ങളും ഉണ്ട്, വിജയങ്ങളും ഉണ്ട്. പക്ഷെ ക്രൂഷ്ചേവിൻ്റെ കാലഘട്ടം മുതൽ മറ്റൊരു രീതിയിൽ സോവിയറ്റ് യൂണിയൻ്റെ ഒരു പതനം തുടങ്ങുന്നുണ്ട്. ഈ പതനം ആ ഒരു സ്റ്റേറ്റിനെ വരിഞ്ഞു മുറുക്കുകയും അതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ഗോർബച്ചേവ് നടത്തുന്ന വൃഥാശ്രമങ്ങളും അതിൽ അദ്ദേഹത്തിന് സംഭവിക്കുന്ന വലിയ കാഴ്ചപ്പാടുകളുടെ പരാജയങ്ങളും എല്ലാമാണ് പെരിസ്ട്രോയിക്ക ഗ്ലാസ്നോസ്റ്റ് എല്ലാമായിട്ട് പുറത്തു വരുന്നത്. ഈ പെരിസ്ട്രോയിക്ക ഗ്ലാസ്നോസ്റ്റിൻ്റെ കാലത്താണ് സോവിയറ്റ് യൂണിയനിൽ ഏറ്റവും അധികം എന്താ പറയുന്നത് സമരങ്ങളായിട്ടും മറ്റു പല മൂവ്മെൻറ്റുകളായിട്ടെല്ലാം ഉയർന്നു വന്നത്. ഇപ്പോൾ ബാൾട്ടിക് രാജ്യങ്ങളുടെ സമരം തന്നെ വളരെ സമാധാനപൂർണ്ണമായിട്ടാണ് അവരുടെ സമരം ഉയർന്നു വന്നിട്ടുള്ളത്. അതായത് സോവിയറ്റ് സ്റ്റേറ്റിൽ നിന്ന് വിടുതൽ ആഗ്രഹിച്ചുകൊണ്ടുള്ള, സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മളുടെ ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിസം എല്ലാം അവിടെ അവരുടെ ആശയങ്ങളായിട്ട് പ്രൊജക്റ്റ് ചെയ്തവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഈ മിതവാദ ദേശീയ കാഴ്ചപ്പാട് അല്പായുസായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു തീവ്രദേശീയ കാഴ്ചപ്പാട് ഉയർന്നു വരികയും ആ തീവ്രദേശീയ കാഴ്ചപ്പാട് മിതവാദപരവും സമാധാനപരവും എന്നെല്ലാം പറഞ്ഞ് മുന്നോട്ട് വെച്ച പ്രതിബിംബങ്ങളെ മുഴുവൻ വിഴുങ്ങുകയും വലിയൊരു തീവ്ര വലതുപക്ഷ ഒരു എക്സ്ട്രീം നിയോ ലിബറൽ ആയിട്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ആ രാജ്യത്തിൻ്റെ ഒരു ദേശീയതയായിട്ട് തന്നെ മാറുന്ന ഒരു സംഗതി അവിടെ കാണാൻ വേണ്ടി കഴിയും. മുമ്പ് എന്താ പറയുന്നത് ബാൾട്ടിക് നാടുകളുടെ ജനങ്ങളോട് സോവിയറ്റ് യൂണിയൻ എന്ത് കാണിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ എന്താ പറയുന്നത് പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തി സാംസ്കാരികമായിട്ട് താഴ്ന്നവരായി കണക്കാക്കി എന്നെല്ലാം പറയുന്ന റൂസിഫിക്കേഷൻ, റഷ്യൻ വൽക്കരണം നടത്താൻ ഇവിടെ ശ്രമിച്ചു എന്നെല്ലാം ഉള്ള വാദങ്ങൾ ഇവർ പറയുമ്പോൾ പോലും അത് തന്നെയാണെന്ന് മറ്റൊരു രീതിയിൽ ബാൾട്ടിക് രാജ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പോളിഷ് ന്യൂനപക്ഷങ്ങളുണ്ട്, റഷ്യൻ ന്യൂനപക്ഷങ്ങളുണ്ട്, റോമ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്, ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ വലിയ ശതമാനം ജനങ്ങളുണ്ടായിരുന്നാണ്. അവിടുത്തെ ഞാൻ പോയ ലിത്വാനിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള വിൽനസിൽ 45% ജൂത ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. 100 സിനഗോഗുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഒരേ ഒരു സിനഗോഗ് മാത്രമാണ് അവശേഷിക്കുന്നത്. ലിത്വാനിയയിൽ ആകമാനം തന്നെ 2000-ഓളം ജൂത ജനങ്ങളെ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. 95%-ലേറെ ജൂത ജനവിഭാഗങ്ങൾ കൊലപാതകങ്ങൾക്കും പലായനങ്ങൾക്കും വിധേയരായിട്ട് നാടുവിടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ഹിറ്റ്ലർ ലിത്വാനിയയിലേക്കെല്ലാം കടന്നു കയറുന്നതിന് മുമ്പേ തന്നെ അവിടെ ജൂതക്കൊലകൾ ആരംഭിക്കുന്നുണ്ട്. തദ്ദേശീയരായിട്ടുള്ള നാസികൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു മെമ്മറി എല്ലാം വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇന്ന് സോവിയറ്റ് ക്രൂരതകളുടെ മെമ്മറി വളരെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, എല്ലായിടത്തും അത് അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ തന്നെ ചരിത്രത്തിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ സമർത്ഥമായിട്ട് മറച്ചു വെക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോളിഷ് മൈനോറിറ്റി, റഷ്യൻ മൈനോറിറ്റിയോടെല്ലാം അവർ ഒരു തരം പകപോക്കലുണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ ദേശീയതയുടെ ഒരു ഭീകരമായിട്ടുള്ളൊരു ഇടപെടലാണ് അവരോടുണ്ടാവുന്നത്. അവരുടെ ഭാഷ പഠിപ്പിക്കുന്ന സ്കൂളുകൾ നിർത്തലാക്കുന്നു, അവർക്ക് രണ്ടാം തരക്കാരായിട്ടുള്ള വേറൊരു പാസ്പോർട്ട് തരുന്നു, സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ പാസ്പോർട്ട് കൊടുക്കുന്നില്ല, അവരുടെ സ്ഥലങ്ങളിലടക്കം എല്ലാ കാര്യങ്ങളും ലിത്വാനിയൻ ഭാഷയിൽ മാത്രം ബോർഡുകളും ഗവൺമെൻറ് അറിയിപ്പുകളും എല്ലാം മാറ്റുന്നു. ഇത് തന്നെ യുക്രൈനിലൊക്കെ സംഭവിക്കുന്നുണ്ട്, ഈ റീജിയണിലുള്ള പല കാര്യങ്ങളും. അപ്പോൾ സ്വന്തം ചരിത്രം ഇന്ന് ഇസ്രായേൽ എന്ത് മറ്റുള്ള ജനങ്ങളോട് കാണിക്കുന്നു, അവരുടെ സ്വന്തം ചരിത്രത്തെ നിഷേധിക്കുന്ന രീതിയിൽ അവരെന്ത് പ്രവർത്തിച്ചോ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ഭീകരമായിട്ടുള്ളൊരു വശം. അത്തരം ചില കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ നേരിട്ട് കണ്ടത്. അതായത് ഒരു നഗരത്തിൽ താമസിക്കുന്നവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള ഭാഷയില്ല. റഷ്യക്കാരൻ ലിത്വാനിയൻ ഭാഷ സംസാരിക്കുന്നില്ല, ലിത്വാനിയക്കാരൻ റഷ്യൻ ഭാഷ സംസാരിക്കുന്നില്ല. ഒരു നഗരത്തിൽ താമസിക്കുന്നതാണ് ഈ രണ്ടാളുകൾ. അത്തരത്തിൽ വളരെ നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവവികാസങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു സവിശേഷതയാണ്. ഈ പുസ്തകം വായിച്ച സമയത്ത് ഞാനിങ്ങനെ അമലിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഭയങ്കര സിനിമാറ്റിക് ആണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അമൽ പ്രതികരിക്കുന്ന ആളെന്ന് പറയുന്നത് ഈ നമ്മളെ നാട്ടിലെ പലരെയും പോലെ സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ എന്താ പറയുക എന്തിനാ പറയുക നൊസ്റ്റാൾജിയും പേറുന്ന ഒരാളായിട്ടാണ് അമൽ ലിത്വാനിയയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ ഓർമ്മകളെ കുറിച്ചിട്ട് റഷ്യൻ ഭരണകൂടം അവരെ കൊലപ്പെടുത്തുന്നതിന് സമാനമായി അവരോട് ചെയ്ത ക്രൂരതകളെ കുറിച്ചിട്ട് അമലിനോട് പറയുമ്പം അമലിനത് സഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അമൽ പല സമയത്തും പല സ്ഥലങ്ങളിലും ഇവരോട് ഏതാണ്ട് ദേഷ്യപ്പെടുന്ന രീതിയിൽ തന്നെ അമലിന് പ്രതികരിക്കേണ്ടി വരാറുണ്ട്. അപ്പം ഈ വായനയുടെ ചില സമയങ്ങളിലൊക്കെ നമ്മളും ഈ സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അയ്യോ അമൽ എന്താ ഇങ്ങനെ പറയുന്ന, അവർക്കെന്താ അത് മനസ്സിലാകാത്ത, അവരെന്താ ഈ സെലക്റ്റീവ് ഓർമ്മകളെ കുറിച്ച് മാത്രം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനതൊക്കെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ ഭാഗങ്ങളിലൂടെ കടന്നുപോയത്. എനിക്ക് ശരിക്കും അമലിനോട് ചോദിക്കാനുള്ളത്, ഈ അമൽ എന്താണ് അങ്ങനത്തെ ഒരു ദേശത്തിലൂടെ പോകുന്ന സമയത്ത് അവിടുത്തെ മനുഷ്യർ കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ചിട്ടും അവർ ഫേസ് ചെയ്ത റിയാലിറ്റീസിനെ സംബന്ധിച്ചിട്ടും നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് അതേസമയം ഈ ദേശത്തെ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചാകട്ടെ അല്ലെങ്കിൽ സോവിയറ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചാകട്ടെ വ്യത്യസ്തമായ അനുഭവങ്ങളും ആണുള്ളത്. നമ്മളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ വായനയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേട്ടുകേൾവികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മളതിൻ്റെ ഭാഗമായി നിന്ന് അനുഭവിച്ചിട്ടുള്ള ആളുകളുമല്ല. അപ്പം ഈ ഒരു സംഘർഷത്തെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആ എഴുത്തിലൂടെ കടന്നു പോകുമ്പോഴേ അതിനകത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എന്താ പറയുക, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു സംഘർഷത്തെ എങ്ങനെയാ പറയുന്നത്? അതായത് ഈ പുസ്തകത്തിന്റെ അവതാരികയില് സുനിൽ മാഷാണ്, സുനിൽ പീളയുടെയാണ് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആഖ്യാതാവിന്റെ ചരിത്രാബോധവും ജനതയുടെ അനുഭവ സ്ഥലവും 2 ഇടങ്ങളിലാണ് നിലകൊള്ളുന്നത്. ആ 2 ഇടങ്ങളിലെ ആ വൈരുദ്ധ്യം ഒട്ടും മറച്ചു വെക്കാതെ ആ വൈരുദ്ധ്യത്തിന്റെ സംഘർഷങ്ങൾ മുഴുവൻ പ്രത്യക്ഷമായി തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കൃതി മുന്നോട്ട് പോകുന്നതെന്ന് സുനിൽ മാഷ് ഈ അവതാരികയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കാരണം നമ്മൾ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ഒരു ചരിത്രാവബോധമുണ്ട്. അത് നമ്മളുടെ ആന്റി കൊളോണിയൽ മൂവ്മെന്റിലൂടെയും നമ്മളുടെ സോഷ്യൽ റീഫോം മൂവ്മെന്റിലൂടെയും എല്ലാം ഉയർന്നു വന്നൊരു ചരിത്രാവബോധമാണ്. ആ ചരിത്രാവബോധത്തിന്റെ ഒരു പ്രകാശസ്ഥാനത്താണ് നമ്മൾ സോവിയറ്റ് യൂണിയനെല്ലാം അന്ന് കണ്ടിട്ടുള്ളത്. റഷ്യൻ വിപ്ലവം നടക്കുന്നു, സാറിസ്റ്റ് എംപയറിനോടുള്ള റഷ്യൻ ജനങ്ങളുടെ തൊഴിലാളി വർഗത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം, അവരങ്ങനെ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രം നിർമ്മിക്കുന്നു. ഇതിനെല്ലാം നമ്മൾ വലിയൊരു ശതമാനം ആളുകൾ, അത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഈ സോവിയറ്റ് യൂണിയനെയൊക്കെയല്ല ഏറ്റവും പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചതും എഴുതിയതും ഒക്കെ ആ കാലത്തെ പല കോൺഗ്രസ് നേതാക്കളുമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ സി കേശവനെ പോലുള്ള ആളുകൾ, പനമ്പിള്ളി ഗോവിന്ദ മേനോനെ പോലുള്ള ആളുകൾ, ഇങ്ങനെ ഒരുപാട് പേര് അങ്ങനെ എഴുതുകയും പറയുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അവരൊന്നും എന്താ പറയുന്ന ഇടതുപക്ഷക്കാർ പോലും ആയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ചരിത്രബോധം പേറുന്ന നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് എത്തുന്നു. അവരവരുടെ വിമോചന സ്ഥലമായിട്ട് കാണുന്നത് പടിഞ്ഞാറൻ യൂറോപ്പിനാണ്. അതായത് നമ്മളെ കോളനിവൽക്കരിച്ചിട്ടുള്ള, ഇവിടെ ഇത്രത്തോളം ഭീകരത സൃഷ്ടിച്ചിട്ടുള്ള ആളുകളായിട്ടുള്ള ബ്രിട്ടനെ പോലെയും അമേരിക്കയെ പോലെയുള്ള ആളുകളെയൊക്കെ അവരുടെ
വിമോചന ശക്തികളായിട്ടാണ് കാണുന്നത്. നാറ്റോ എന്ന് പറയുന്ന ഈ സാമ്രാജ്യത്തെ ഫോഴ്സ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിമോചന സേനയാണ്. നാറ്റോ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളത് എന്നുള്ള തരത്തിലാണ് അവർ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം. അവരെ സംബന്ധിച്ചിടത്തോളം നാറ്റോ ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവരെങ്ങനെ ഇടപെടുന്നു, എത്ര പേരെ അവർ കൊന്നു തള്ളുന്നു എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ ദേശീയത സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അവർക്ക് അവർ അത്തരത്തിൽ വളരെ ഒരു നിയോ ലിബറൽ ആയിട്ടുള്ള ഒരു ഫാർ റൈറ്റ് ദേശീയതയെ അവരുടെ ഔദ്യോഗിക ദേശീയതയായിട്ട് ഇമാജിൻ ചെയ്തു കഴിഞ്ഞു. ബെനഡിക്ട് ആൻഡേഴ്സൺ സൂചിപ്പിക്കുന്ന ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്നെല്ലാം പറയുന്നത് പോലെ സങ്കല്പങ്ങളിൽ നിന്ന് അത്തരത്തിലൊരു ദേശീയത ആവാഹിച്ചെടുത്ത് ആ ദേശീയതയെ യഥാർത്ഥ ദേശീയതയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭീകരാവസ്ഥയാണ് കാണുന്നത്. അപ്പം അതിനോടുള്ളൊരു പ്രതികരണം. പക്ഷേ എന്നാൽ നമുക്ക് അവരുടെ അനുഭവങ്ങളെ നിഷേധിക്കാനും സാധിക്കില്ല. കാരണം സോവിയറ്റ് കാലഘട്ടത്തിൽ അവർക്ക് നേരെ ഒരുപാട് ക്രൂരതകൾ ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാൽ അവർ വേറുന്ന ചരിത്ര ബോധത്തോട് നമുക്ക് യോജിക്കാനും കഴിയില്ല. അങ്ങനെ വളരെ സംഘർഷാത്മകമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത്. ഇനി ഒരു എന്തായാലും വിധു ചേച്ചിയോടൊരു കാര്യം ചോദിക്കട്ടെ. കൂടുതൽ ഇപ്പോൾ എൻ്റെ പുസ്തകത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും. യഥാർത്ഥത്തിൽ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കൃതിയാണ് വിധു ചേച്ചിയുടെ ദൈവം ഒളിവിൽ പോയ നാളുകൾ എന്ന് പറയുന്നത്. ഞാൻ ആ ടൈറ്റിലിനെ കുറിച്ച് തന്നെ വളരെ കാര്യമായിട്ട് ആലോചിക്കുകയും എനിക്ക് എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെടുകയും ഞാൻ ചിന്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ടൈറ്റിലാണ് ആ പുസ്തകത്തിൽ, ദൈവം ഒളിവിൽ പോയ നാളുകൾ. കാരണം ഇത്രത്തോളം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആയിട്ടുള്ള ജൂതജനങ്ങൾ തെരുവിൽ ഇങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുമ്പോൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ആനയിക്കപ്പെടുകയും ഒരുപാട് സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം പിടിക്കപ്പെടുകയും ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും എല്ലാം ചെയ്തപ്പോൾ എന്താണ് നമ്മളുടെ ദൈവസങ്കല്പത്തിന് അല്ലെങ്കിൽ ഇതിനെല്ലാം സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കും. കാരണം അന്ന് ഈ ചർച്ച് എല്ലാം അടക്കം ഈ നാസിസത്തെ, ഹിറ്റ്ലറിനെയും മുസോളിനെയും എല്ലാം സപ്പോർട്ട് ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഈ ദൈവിക ശക്തികൾക്കൊക്കെ അന്ന് എന്താണ് സംഭവിച്ചത്, അവരൊക്കെ എങ്ങനെയാണ് ഇടപെട്ടിട്ടുള്ളത്, അത് കൃത്യമായി വരുന്നൊരു ടൈറ്റിൽ, അത്തരത്തിലുള്ളൊരു എന്താ പറയുന്നത് ഒരു ആലേഖനവും എല്ലാം ആണ് ആ പുസ്തകത്തിലുള്ള. മനോഹരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ചിത്രങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ, കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, പഴയ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിനെ കുറിച്ചും അതിൻ്റെ ഒരു അനുഭവങ്ങളെ കുറിച്ചും ഒന്ന് സൂചിപ്പിക്കാമോ? നമ്മുടെ സമയം കഴിഞ്ഞു എന്നാണ് സംഘാടകൻ ഓർമ്മിപ്പിച്ചത്. ഞാനൊരു 5 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് 5 മിനിറ്റ് താഴെ എടുത്തുകൊണ്ട് അത് പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒന്നുമില്ല, ഈ പുസ്തകം നിങ്ങൾ ഈ കാണുന്ന പോലെ വരയാണ്. ശരിക്കും പറഞ്ഞാൽ വരയും കുറിയുള്ളൊരു പുസ്തകമാണ്. എനിക്ക് എഴുതാൻ അത്ര നന്നായി അറിയില്ല. അതുകൊണ്ട് എഴുത്ത് മുറിയുന്നെടുത്ത് വരച്ചു വെക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ വരയും എഴുത്തും ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമാക്കുന്ന ഒരു ആലേഖന രീതിയാണ് ഞാൻ സ്വീകരിച്ചത്. പിന്നെ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ സിനിമയുടെ സ്ക്രിപ്റ്റിനേക്കാളും സമ്പന്നം എൻ്റെ സ്റ്റോറി ബോർഡായിരിക്കും. കാരണം വെച്ചാൽ സ്റ്റോറി ബോർഡിൽ എല്ലാ വിശദാംശങ്ങളും കൂടി ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് സ്ക്രിപ്റ്റിനേക്കാളും കൂടുതൽ സ്റ്റോറി ബോർഡിനെ ആശ്രയിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത്. എഴുത്തിലും ഇത് തന്നെ. അപ്പോൾ എനിക്ക് ഈ കുത്തി വരയ്ക്കാതെ എഴുതാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കേണ്ടത് തീരുമാനിച്ചു. കാരണം പ്രത്യേകിച്ചും ഫോട്ടോ ഒരുപാട് തവണ പല സ്ഥലങ്ങളിലും വന്നിട്ടുള്ള ഫോട്ടോകളാണ്. പക്ഷേ പിന്നീട് നമ്മൾ ഈ ഓർമ്മകളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ പേറുന്നത്, അതിനെ ആലേഖനം ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് ചിത്രം വരയ്ക്കാൻ തീരുമാനിച്ചത്. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ജർമ്മനി പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണം മൂർധന്യമായിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ തിരിച്ചു വരുന്നത്. ഒരു 6 മാസത്തെ അവിടുത്തെ താമസത്തിന് ശേഷം ഞാൻ താമസിച്ചിരുന്നത് മ്യൂണിക്കിനോട് അടുത്ത പരിസര പ്രദേശങ്ങളിലുമായിരുന്നു താമസിച്ചിരുന്നത്. മ്യൂണിക്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ പിന്നെ നിങ്ങൾ പലർക്കും അറിയാം, ഹിറ്റ്ലറുടെ ഈ നാസി പാർട്ടി ഉണ്ടായത് മ്യൂണിക്കിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ അവിടെയായിരുന്നു അതിൻ്റെ ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നതും അവിടെയായിരുന്നു അതിൻ്റെ പ്രാഥമിക യോഗങ്ങൾ നടന്നതുമൊക്കെ. അപ്പം ഹിറ്റ്ലറുടെ നാസി പാർട്ടി തുടങ്ങിയതും അതിൻ്റെ പ്രാഥമിക യോഗങ്ങൾ നടന്ന കഫ്റ്റീരിയകൾ, അവരുടെ മറ്റ് ആസ്ഥാന മന്ദിരങ്ങൾ, അവരുടെ ഒളിത്താവളങ്ങൾ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൂടെ ആയിരുന്നു ഞാൻ ആ സമയത്ത് യാത്ര ചെയ്തിരുന്നത്. അപ്പം ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ അത്തരം സ്ഥലങ്ങളിൽ പലതും നിലനിൽക്കുന്നില്ല. അതെല്ലാം അവർ ഡീനാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് പിന്നീട് സഖ്യശക്തികൾ പൊളിച്ചു കളയുകയും അവിടെയൊക്കെ പുതിയ കെട്ടിടങ്ങളും ജർമ്മനിയുടെ മഹിമയെ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള പല സാധനങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം മനഃപൂർവ്വമായിട്ട് ഒരു ചരിത്രത്തെ മറക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ
ജനത എങ്ങനെയാണോ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അത്തരം ഓർമ്മകളിലൂടെയാണ് ഞാൻ ആ സമയത്ത് കടന്നുപോയത്. പക്ഷേ പിന്നീട് നമ്മൾ യഥാർത്ഥ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ജനത അവരുടെ ചരിത്രത്തെ ഓർമ്മിക്കുകയും അല്ലെങ്കിൽ അവരുടെ ദേശത്തെ ഓർമ്മിക്കുന്നത് എന്ത് എന്നതും ആ ദേശത്തെയും ജനതയെയും കുറിച്ച് പിന്നെ ലോകം ഓർമ്മിക്കുന്നത് എന്ത് എന്നും ഇതൊന്നുമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാം ഹിറ്റ്ലറിൻ്റെ കാലത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന പോസ്റ്ററുകളൊക്കെ നമ്മളിങ്ങനെ വിശദമായി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു നേതാവ്, ഒരു രാഷ്ട്രം, ഒരു ജനത എന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ്. എല്ലാ പോസ്റ്ററുകളിലും ഇതിങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ മൂർധന്യ അവസ്ഥയിലേക്ക് വന്നിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എയർപോർട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട് വരെ എത്തുന്ന സമയത്തുള്ള പോസ്റ്ററുകളിലെല്ലാം ഏതാണ്ടെല്ലാം തന്നെ BJPയുടെ പോസ്റ്ററുകളിൽ ഒരു ജനത, ഒരു രാജ്യം, ഒരു ജനത എന്ന നിലയ്ക്കായിരുന്നു ആ പോസ്റ്ററുകൾ. അപ്പോൾ ഇത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആവർത്തനത്തെ നമ്മൾ അവിടെ പിന്നെ എന്താ പറയുക, ജർമ്മനിയിൽ നടന്നതെന്നോ ഇറ്റലിയിൽ നടന്നതെന്നോ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫാസിസത്തെ എല്ലാ അർത്ഥത്തിലും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പരസ്യവാചകങ്ങൾ, BJPയുടെ 272 മിഷൻ പരിപാടികളെ കുറിച്ചിട്ടുള്ള പിന്നെ ലേഖനങ്ങളും ഒക്കെയാണ് പിന്നെ ഇങ്ങനെ പത്രങ്ങളിലുടനീളം കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചരിത്രം ആവർത്തിക്കുന്നത് എന്നതും അതും വളരെ എന്താ പറയുക പ്രഹസനമായ രീതിയിൽ ആവർത്തിക്കുന്നത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ജർമ്മനിയിലുടനീളം നടത്തിയിട്ടുള്ള യാത്ര. അപ്പം ആ യാത്രയെക്കുറിച്ചിട്ടാണ് ഈ പുസ്തകമുള്ളത്. യാത്രയെക്കുറിച്ച് എന്ന് പറയുന്നതിനേക്കാളും അവിടെ കണ്ട ദേശങ്ങളെ പിന്നീട് പല സിനിമകളിലും പുസ്തകങ്ങളിലും ഒക്കെയായിട്ട് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അപ്പോൾ ആ സിനിമകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ അർത്ഥത്തിലും ഒരു യാത്രാ വിവരണം എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ ഈ യാത്ര എങ്ങനെയാണ് നമ്മളിൽ വേറെ ചില ഓർമ്മകൾ ഉണർത്തുന്നത്, നമ്മൾ ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ കടന്നുപോയ ദേശങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ത്, നമ്മുടെ ഓർമ്മകളുടെ ദേശങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ത് എന്നൊക്കെ തരത്തിലുള്ള ഒരു പക്ഷേ ആലോചനയായിരുന്നു ഈ പുസ്തകത്തിന് കാരണമായത്. ഒരുപക്ഷെ പലരും വായിച്ചിട്ടുണ്ടാകുന്നതായിരിക്കും. ഇപ്പോൾ ഇത് 3ാമത്തെ എഡിഷനാണ്. 2021 കേരള സാഹിത്യ അക്കാദമി ഇതിന് ഉണ്ടായിരുന്നു. എനിക്ക് ഉള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് വ്യത്യസ്തമായ നിലയിൽ ഒരു പുസ്തകം ആലോചിക്കാൻ കഴിഞ്ഞു. ഈ പുസ്തകം ഒരു അൺസൈസിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. നമ്മൾ സാധാരണ പുസ്തകങ്ങളൊക്കെ സൈസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പോൾ അൺസൈസിലൊരു പുസ്തകം ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രസാധകർക്ക് ഭയങ്കര പ്രശ്നമാണ്. അയ്യോ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു പുസ്തകത്തിന് ഭയങ്കരമായ പേപ്പർ വേസ്റ്റേജ് ഉണ്ടാകും. അപ്പോൾ അത് പ്രസാധകർക്ക് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല. പക്ഷേ ചിന്താ പബ്ലിഷേഴ്സ് വളരെ താല്പര്യത്തോടു കൂടി തന്നെ ഈ രീതിയിൽ പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിക്കുകയും അതിമനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ കവർ ഇതിനു വേണ്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. പറ്റുമെങ്കിൽ വായിക്കുക പുസ്തകം. എന്തായാലും നമ്മളുടെ സമയം അവസാനിക്കുകയാണ്. ഇവിടെ അടുത്ത പരിപാടി തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പുസ്തകം എഴുതുന്ന ഒരു കാലത്ത് ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന 2 ആളുകൾ ഈ വേദിയുടെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട എഴുത്തുകാരൻ അശോകൻ ചെരുവിലാണ്. കാരണം അദ്ദേഹമാണ് എൻ്റെ ഈ യാത്രാവിവരണം മുഴുവനായി വായിച്ചിട്ട് എന്നോട് നല്ലൊരു അഭിപ്രായം പറഞ്ഞ ആദ്യത്തെ ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായമാണ് ഈ പുസ്തകമാക്കുന്നതിൽ എനിക്ക് വലിയ പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ അതിൽ വലിയ സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരാൾ വെങ്കടേഷ് രാമകൃഷ്ണനാണ്. അദ്ദേഹം ഈ സദസ്സിലിരിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന മീഡിയ ആൻഡ് പാർലമെൻ്ററി സ്റ്റഡീസിൻ്റെ നിയമസഭയുടെ സഭാ TV-യുടെ അദ്ദേഹം ചീഫ് എഡിറ്ററായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകളൊക്കെ ഈ വേദിയിലുള്ളത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വിധു ചേച്ചിയുടെ പുസ്തകം നേരത്തെ പറഞ്ഞ പോലെ ചിന്താ പബ്ലിഷേഴ്സാണ് പബ്ലിഷേഴ്സിൻ്റെ ഒരുപക്ഷെ പുസ്തകം ആദ്യം വായിച്ച് കയ്യെഴുത്ത് പ്രതി വായിച്ച് ഇത് ഇവിടെ തന്നെ അച്ചടിക്കാമെന്ന് തീരുമാനിച്ച ശ്രീ VK ജോസഫ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു പക്ഷേ ഇതൊരു ഭയങ്കര യാദൃശ്ചികതയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എവിടെയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ടു ഓൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ്. NBSൻ്റെ സ്റ്റാളുകളിലാണ് കിട്ടുക. അപ്പോൾ കൂടുതൽ ആളുകൾ പുസ്തകം വായിക്കുമെന്നും അഭിപ്രായങ്ങൾ അറിയിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, സന്തോഷം.